പൊന്നുൻ്റെ നാവിൽ കുറച്ച് ദിവസമായിട്ട് വെളുത്തിട്ട് കാണുന്നുണ്ടായി. നമ്മൾ വലിയവർ നാക്ക് വടിക്കാതെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ ബേബിക്ക് വന്ന് എങ്ങനെ ഇരിക്കും അതേപോലെ തോന്നും. അപ്പോൾ ആദ്യം വിചാരിച്ചത് ബേബീസിന് വായ കഴുകാൻ പറ്റില്ലല്ലോ, പാലിൻ്റെ അംശം വായിൽ കാണുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു കസിനാണ് പറഞ്ഞത് അത് അക്കരാണെന്ന്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നതെന്ന് അറിയില്ല. ചിലയിടത്ത് അക്കരം, ചിലയിടത്ത് അക്കാരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാലിൻ്റെ അംശമാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ടുണ്ടാവും. ബട്ട് ഇത് വളരെ ഹാർഡായിരുന്നു. കസിൻ പറഞ്ഞ അനുസരിച്ചിട്ട് ആയുർവേദ കടയിൽ നിന്നും മാഷക്ക എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി അരയ്ക്കുന്ന കല്ലിൽ നല്ല വെണ്ണ പോലെ അരച്ചു. എന്നിട്ട് പൊന്നിൻ്റെ നാവിൽ രാവിലെയും രാത്രിയിലും അത് തേച്ച് കൊടുത്തു. അതിനുശേഷം ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോരുമായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറിയില്ല. മാറാത്തതുകൊണ്ട് തന്നെ മെഡിസിൻ എടുക്കാമെന്ന് കരുതി. ബേബിയല്ലേ, ഹോമിയോ മെഡിസിൻ എടുത്തു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പൊന്നിൻ്റെ അക്കരം മാറി. അപ്പോൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിൻ്റെ നാവിൽ അക്കരം കണ്ടിട്ടുണ്ടെങ്കിൽ വൈദ്യം വെച്ചിട്ട് ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണാം. പിന്നെ കുഞ്ഞിൻ്റെ അക്കാരം അമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ടാക്കും. നിപ്പിളിൻ്റെ ഭാഗത്ത് വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ പൂപ്പൽ പോലെ കാണും. പിന്നെ നിപ്പിൾ പൊട്ടിയിട്ടുണ്ടാവും. ബേബി പാല് കുടിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വേദനയായിരിക്കും. മെഡിസിൻ എടുക്കുമ്പോൾ ബേബിക്കും അമ്മയ്ക്കും അച്ഛനും ഒരുമിച്ചാണ് എടുക്കേണ്ടി വരിക മെഡിസിൻ. പക്ഷേ തുടക്കത്തിലായതുകൊണ്ട് തന്നെ അത് വേണ്ടി വന്നില്ല. പൊന്നുവിന് മെഡിസിൻ എടുത്തപ്പോൾ തന്നെ മാറിയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.